ഈ പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ലോൺ തിരിച്ചടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ടാക്സ് ഇളവുമായിട്ട് ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കമന്റ് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 70 ലക്ഷം രൂപയിൽ കൂടുതൽ ഹോം ലോൺ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി 1.5 കോടി രൂപയ്ക്ക് അദ്ദേഹം വിറ്റു. എന്നിട്ട് ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഹോം ലോൺ അതുപോലെയുള്ള ബാക്കി എല്ലാ ലോണുകളും തീർക്കുകയാണ്. ഇദ്ദേഹം കിട്ടിയ പൈസ കൊണ്ട് ഒരു കടമാണ് തീർക്കുന്നത്. അപ്പോൾ അതിന് ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ലഭിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. കാരണം നമുക്ക് ഒരു പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പൈസ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ലോണിലേക്കുള്ള തിരിച്ചടവ് ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് അവിടെ വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് ടാക്സേഷനുമായിട്ടൊരു ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങൾ സെക്ഷൻ 54EC പോലെയുള്ള ബോണ്ടുകളിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പൈസ എടുത്തിട്ട് നമ്മൾ ഒരുപാട് ലോണുകളൊക്കെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയില്ല. ടാക്സുമായോ പേഴ്സണൽ ഫിനാൻസുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജായോ ടെക്സ്റ്റ് മെസ്സേജായോ അയക്കുക. ചോദ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് റിപ്ലൈ തരാം. ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.